ഹായ്. ഇന്നേ ഞാനൊരു നല്ല അച്ചാറുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നെല്ലിക്ക മുറിച്ച് ഉപ്പ് പുരട്ടി വെയിലത്തിട്ട് 2 ദിവസം ഉണക്കിയ നെല്ലിക്കയാണേ. അതുകൊണ്ട് അച്ചാറിട്ട് കാണിക്കാം. ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഒരുപാട് നാൾ നല്ലതായിട്ട് സൂക്ഷിക്കാൻ പറ്റും, കേടൊന്നാവുകയില്ല. പിന്നെ വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊടുത്തുവിടാനും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാനും ഒക്കെ ആയിട്ട് നെല്ലിക്കയുടെ സീസണൊക്കെ ആകുമ്പോഴേ നമുക്ക് മേടിച്ച് ഉണക്കി അച്ചാറിട്ട് വെക്കാൻ പറ്റും കേട്ടാ. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ. നെല്ലിക്ക 2 ദിവസത്തെ വെയിലത്ത് ഉണക്കിയെടുത്തതാണിത്. 2 ദിവസത്തെ വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. ഇങ്ങനെ 4ആയിട്ട് കീറി ആവശ്യത്തിന് ഉപ്പും തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണേ. മൂത്ത് വരട്ടെ. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി മൂത്ത് ചുവപ്പ് കളറാകുന്നതിന് മുമ്പ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവേ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. 2 3 4 സ്പൂൺ മുളക് പൊടി മതിയായിരിക്കുമേ. ഇതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി, 1 പിടി കറിവേപ്പില എന്നിവ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. നാൾ കേടാകാതിരിക്കും കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നെല്ലിക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതാണേ. നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നെല്ലിക്ക ഉണങ്ങാനിട്ടപ്പോൾ ഉപ്പിട്ടതായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂണേ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാതെ. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കാൻ എടുക്കുമ്പം ഇച്ചിരി കൂടെ ഗ്രേവി വേണമെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഗ്രേവി ആക്കിയാൽ മതിയേ. ചില്ല് ഭരണിയിലടച്ച് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. നമുക്ക് ഉപയോഗിക്കുമ്പം ചെറിയ ഉപ്പിലേക്ക് ഗ്രേവി ആക്കി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.